നമസ്കാരം. പാവയ്ക്ക ജ്യൂസ് കുടിച്ച ആക്ഷനിൽ ഒരൊറ്റ തുപ്പി. ഷോ, എന്തോന്നാ തുളസി ഇത്, 2 കഷ്ണം ഐസെങ്കിലും ഇടുതിൽ, കയ്പ്പ് കുറയട്ടെ എന്ന് പരസ്യമായി ചേച്ചി പറഞ്ഞു. അപ്പോഴാണ് ഈ ഐസ് ഇടുന്ന തേയിലുള്ള ഇല്ലല്ലോ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്ലാസ്സിൽ കടുപ്പം കൂടിയ തേയിലയാണെന്ന്. അപ്പോഴാണ് ചമ്മിപ്പോയത് ഞാൻ ഓർക്കുന്നത്. ഏതോ മദ്യമായിരുന്നു, വില കൂടിയ ഏതോ മദ്യമായിരുന്നു. നമ്മൾ കാണാറുള്ള മുഖങ്ങളെ മാത്രമേ അടൂർ ഭവാനി അമ്മയ്ക്കായി സിനിമാക്കാർ നൽകിയിട്ടുള്ളൂ. ഒരു ഇംഗ്ലീഷ് വാക്കുള്ള പടം പോലും, വേഷം പോലും അടൂർ ഭവാനിക്ക് കൊടുത്തിട്ടേ ഇല്ല. അവരത് മനോഹരമാക്കി മാറ്റി. ഒരിക്കലും മടുപ്പുണ്ടാക്കിയതേയില്ല. 1969 സംസ്ഥാന സർക്കാർ സിനിമകൾക്കും സിനിമാക്കാർക്കും സർക്കാരിൻ്റെ അവാർഡുകൾ നൽകാൻ തീരുമാനിച്ചു. ആദ്യത്തെ അവാർഡ് 1969 സഹനടിക്കുള്ള ആദ്യ അവാർഡ് കടൽപ്പാലം, കള്ളിച്ചെല്ലമ്മ എന്നിവയിലൂടെ അടൂർ ഭവാനിയമ്മ നേടിയെടുത്തു. അനുജത്തിക്ക് കൂട്ടുപോയ ചേച്ചി നടിയായി മാറിയതാണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അടൂർ പങ്കജത്തിന് കൂട്ടുപോയതാണ്. അങ്ങനെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ വലിയ നഷ്ടമായി പോയതിനെ മലയാള സിനിമയ്ക്കെന്ന് ഞാൻ പറയും. അവർ അനിയത്തിക്ക് കൂട്ടുവന്നിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ, ക്യാമറയുടെ മുന്നിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നാടകത്തിന് സ്റ്റേജിൻ്റെ മുന്നിൽ വന്നില്ലെങ്കിൽ എന്തൊരു നഷ്ടമായിരുന്നു തന്നെ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് അടൂർ എന്ന സ്ഥലനാമത്തിന് സിനിമയിൽ ലഭിച്ച ഭാഗ്യത്തെക്കുറിച്ച്. അടൂരിൽ നിന്ന് ഒരു ഭാസ്കര പിള്ള എന്ന ഭാസി അടൂർ ഭാസിയായി സിനിമയിലെത്തിയ ആദ്യം വലിയ വിജയമായി മാറി. അടൂർ ഭാസി എന്ന് ഞാൻ പറയണ്ടല്ലോ, മുടിചൂടാ മന്നൻ എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. ഗാന്ധിഗ്രാമിൽ പഠിച്ചിറങ്ങിയ അടൂരുകാരനായ ഒരു യുവാവ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി. ഗോപാലകൃഷ്ണൻ ഉണ്ണിതാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴേക്കും അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണനായി മാറി സിനിമയിലെത്തി. സ്വാഭാവികമായും പൂനെയിലൊക്കെ പഠിച്ചിറങ്ങുന്ന ഒരാൾ പേരിനൊപ്പം സ്ഥലനാമം വയ്ക്കുന്ന പതിവേയില്ല. ഇവിടെ തന്നെ അടൂരല്ലാതെ ഈ ജനുസിൽ അരവിന്ദൻ പോയി, ഷാജിയൻ കരൺ പോയി, ബക്കർ, KR മോഹൻ, രാമു കാര്യാട്ട്, ഇവരെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതികളെ പോലത്തെ സിനിമകൾ എടുക്കുന്നവരാണല്ലോ. പക്ഷേ ഇവരാരും സ്ഥലനാമം ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചു. ഗോപാലകൃഷ്ണൻ ഉണ്ണിതാൻ എന്നിടുന്നതിന് പകരം അടൂർ ഗോപാലകൃഷ്ണൻ എന്നിട്ടു. അദ്ദേഹത്തിന് പിന്നാലെ അടൂർ പങ്കജമെത്തി, അടൂർ ഭവാനി എത്തി. ഇപ്പോൾ നവസിനിമകളുടെ വക്താവായ ഡോക്ടർ ബിജുവും അടൂറുകാരനാണ്. അദ്ദേഹവും ശ്രദ്ധേയനാണല്ലോ. അടൂരിൻ്റെ മണ്ണിന് ചരിത്രപരമായ എന്തോ ഇഴയടുപ്പം സിനിമയുമായി ഉണ്ടാകണമെന്നാണ് എനിക്ക് തോന്നാറ്. പാറപ്പുറത്ത് കുഞ്ഞിരാമൻ പിള്ളയുടെയും കുഞ്ഞുഞ്ഞമ്മയുടെയും 8 മക്കളിൽ 2 പേരാണ് ഭവാനിയും പങ്കജും. 4 ആണും 4 പെണ്ണുമായിരുന്നു. ഭാസ്കര പിള്ള, ഗോപിനാഥ പിള്ള, പാർത്ഥദാസൻ പിള്ള, അനിരുദ്ധൻ പിള്ള എന്നീ സഹോദരങ്ങൾ. 4 പെൺകുട്ടികളുണ്ടായിരുന്നതിൽ 2 പേര് നേരത്തെ മരിച്ചുപോയി. കുട്ടിക്കാലത്ത് പാട്ട് പഠിച്ചിരുന്നതിനാൽ പങ്കജത്തിന് നാടകത്തിൽ പാട്ടുപാടാൻ അവസരങ്ങൾ തേടി വന്നു. അങ്ങനെ പാട്ടുപാടി അടൂർ പങ്കജം അഭിനേത്രിയായി നാടകത്തിൽ വിലസി. 1950 കണ്ണൂരിൽ വെച്ച് സ്വാമി ബ്രഹ്മവ്രതൻ ഉത്തര കേരള ലളിതകലാനിലയം എന്നൊരു ട്രൂപ്പ് രൂപീകരിച്ചു. നാടകസമിതിയാണ്. സ്വാമി എഴുതിയ മധുമാധുര്യം എന്ന നാടകത്തിലൂടെ അടൂർ പങ്കജം പാടി അഭിനയിക്കുന്ന നടിയായി മാറി. അച്ഛൻ കുഞ്ഞിരാമൻപിള്ള നല്ല പൂശുന്ന ആളായിരുന്നു. കുടിച്ച് സർവ്വതും നശിപ്പിച്ചപ്പോൾ പട്ടിണിക്കാലമായി കുടുംബത്തിൽ. അതാണ് വരുമാനത്തിനായി അടൂർ പങ്കജം അഭിനയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം. അല്ല, കലയോടുള്ള ഉദാത്തമായ മാതൃക കൊണ്ടൊന്നുമല്ല. കൂടെ ഉള്ളവർക്കൊക്കെ അന്നം വേണ്ടേ. നാടകവും സിനിമയും തൻ്റെ ചിന്തയിലേ ഇല്ലായിരുന്ന ഭവാനി അനുജത്തിക്ക് കൂട്ടുപോകുന്നതായിരുന്നു പണി. നാടകനടിയായ പങ്കജത്തെ പ്രേമലേഖനം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ നിർമ്മാതാവ് പപ്പാസ്വാമി ക്ഷണിച്ചു. അവർ പോയി. ഉദയ സ്റ്റുഡിയോയിലാണ് ചിത്രീകരണം.
MK മണി സംവിധാനം ചെയ്ത പ്രേമലേഖനത്തിൽ അഭിനയിക്കാൻ ഉദയയിൽ ചെന്ന പങ്കജത്തെ കുഞ്ചാക്കോ അച്ഛൻ എന്ന സിനിമയിലേക്ക് ക്ഷണിച്ചു. അനുജത്തിക്ക് കൂട്ടായി ഭവാനിയും പോയി അച്ഛൻ്റെ സെറ്റിൽ. അവിടെ വെച്ച് ഭവാനിയെ കണ്ട തെക്കുറിശി ചേച്ചി അനുജത്തിയേക്കാൾ സുന്ദരിയാണല്ലോ എന്ന് ഒരു കമൻ്റ് അടിച്ചു. അതൊരു കെണിയിട്ടതാണെന്ന് ഞാൻ പറയും. തെക്കുറിശി മാമൻ്റെ സ്വഭാവം അനുസരിച്ച് ചുമ്മാ ഒരു കെണിയാണ്. കാരണം തെക്കുറിശി ആരാ മോനെന്ന് പരിചയപ്പെട്ടവർക്കെല്ലാം അറിയാം. അഭിനയത്തിൽ ഭവാനിയാണ് മുന്നിലെങ്കിലും സൗന്ദര്യത്തിൽ പങ്കജമായിരുന്നു മുന്നിൽ. പങ്കജം ചേച്ചി തന്നെയാണ് മുന്നിൽ. തെക്കുറിശി എഴുതി സംവിധാനം ചെയ്ത ശരിയോ തെറ്റോയിൽ പങ്കജത്തിന് വേഷമുണ്ടായിരുന്നു. കൂട്ടിന് ഭവാനിയും ചെന്നു. മിസ്കുമാരി നായികയായ തെക്കുറിശി നായകനായ ശരിയോ തെറ്റിൽ ഭവാനിയെ നിർബന്ധിച്ച് തെക്കുറിശി അഭിനയിപ്പിച്ചു. പടം പരാജയമായിരുന്നെങ്കിലും അടൂർ ഭവാനി എന്ന താരം അവിടെ ജന്മം കൊണ്ടു. തുടർന്ന് തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അമ്മയായി മനക്കര ഗോപാലപിള്ള ആശാൻ്റെ വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന നാടകത്തിൽ ഭവാനിയമ്മ അഭിനയിച്ചു. ഈ നാടകം വലിയ വിജയമായത് ഭവാനിയെ തുണച്ചു. KPSC, പ്രതിഭ തുടങ്ങിയ നാടക ട്രൂപ്പുകളിലെത്തി. KPSCയിൽ അഭിനയിക്കുമ്പോഴാണ് KPSCയുടെ മുടിയനായ പുത്രനിൽ ഭവാനി അഭിനയിച്ച വേഷം മുടിയനായ പുത്രൻ രാമു കാര്യട്ട് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സിനിമയിലും അവതരിപ്പിക്കാൻ തോപ്പിൽ ഭാസി പറയുന്നത്. തോപ്പിൽ ഭാസിയാണ് തിരക്കഥ. അപ്പോൾ നാടകത്തിലൊരു മനോഹരമാക്കി സ്റ്റേജിൽ അഭിനയിപ്പിച്ച വേഷമാണ്. അത് തന്നെ സിനിമയിലും ഇവർ തന്നെ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചു. ചന്ദ്രധാര പ്രൊഡക്ഷൻസാണ് മുടിയനായ പുത്രൻ നിർമ്മിച്ചത്. മുടിയനായ പുത്രൻ രാജൻ എന്നാണല്ലോ കഥാപാത്രത്തിൻ്റെ പേര്. രാജൻ്റെ അമ്മയായത് നാടകത്തിലും സിനിമയിലും അടൂർ ഭവാനിയാണ്. അന്ന് ഭവാനിയമ്മയ്ക്ക് 34 വയസ്സ്. ഇവിടെ ചരിത്രം എഴുതുന്ന പണ്ഡിതന്മാരൊക്കെ 25 വയസ്സ് 24 വയസ്സെന്നൊക്കെ എഴുതും. പക്ഷേ അവർക്ക് 34 വയസ്സായി. സത്യമാഷിന് അന്ന് 49 വയസ്സ് പ്രായം. തന്നേക്കാൾ 15 വയസ്സ് എളുപ്പമുള്ള ഒരു നടിയാണ് തൻ്റെ അമ്മയായി അഭിനയിക്കുന്നത്. കാണാനാണെങ്കിൽ ആളിൽ കുറിയ ഒരു രൂപം, പൊക്കമില്ലല്ലോ, ചെറിയ ആളല്ലേ. സത്യൻ മാഷിനത് സമ്മതമായില്ല. മറ്റൊരാളെ ചിന്തിക്കാൻ രാമു കാര്യട്ടിനും സമ്മതമല്ല. തോപ്പിൽ ഭാസിയെയും കൂട്ടി രാമു കാര്യട്ട് അടൂർ ഭവാനിയുടെ വീട്ടിലെത്തിയാണ് സിനിമയ്ക്ക് ക്ഷണിച്ചത്. വിളിച്ചമർത്തിയിട്ട് ചോറില്ല എന്ന് പറയാൻ അവർക്ക് ഇരുവർക്കും ഒരു പ്രയാസം. സത്യനാണെങ്കിൽ നല്ല പിടിവാശിയുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ പുഷ്കര കാലമാണ്. പീക്കിരി പെണ്ണിനോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് സത്യൻ കട്ടായം പറഞ്ഞു. ഒന്നുകിൽ കുറച്ച് പ്രായം വേണം, ഇല്ലെങ്കിൽ അല്പ ശരീരം വേണം. ഇതുപോലെ നരുന്ത് പെണ്ണ് രാജനെ അടിക്കുന്ന സീനൊക്കെ ഇല്ലേ, ഈ പെങ്കൊച്ചടിച്ചാൽ തിയേറ്ററിൽ എന്താവും സ്ഥിതി എന്നാണ് സത്യമാഷ് ചോദിച്ചത്. ഞാനില്ല ഈ അവിവേകത്തിന്, വേറെ ആളെ നോക്ക് എന്നായി സത്യമാഷ്. അങ്ങനെ സെറ്റ് നിശ്ചലമായി. പല വഴികൾ ആലോചിച്ചു. ഒടുവിൽ രാമു കാര്യട്ട് ഉറപ്പിച്ച് പറഞ്ഞു, ഈ വേഷം ഇവർ തന്നെ ചെയ്യണം. ഞാൻ മുടിയനായ പുത്രൻ നാടകം പല പ്രാവശ്യം കണ്ടു ബോധിച്ചിട്ടാണ് ഞാനിവരെ നിശ്ചയിച്ചത്. രാമു കാര്യട്ടും വിടുന്ന ലക്ഷണമില്ല. തന്നെ നായകനാക്കി നീലക്കുയിലെടുത്ത് ദേശീയ പുരസ്കാരത്തിൽ വെള്ളി നേടിയ, മലയാളത്തിൽ ആദ്യത്തെ വെള്ളി മെഡൽ നേടിയ ചിത്രമാണല്ലോ നീലക്കുയിൽ. സംവിധായകനാണ് രാമു എന്നതിനാൽ അയാളെ പിണക്കാൻ സത്യമാഷും തയ്യാറല്ല. അസാമാന്യമായ പ്രകടനം സ്റ്റേജിൽ കാണിച്ച് പ്രേക്ഷക പ്രീതി നേടിയ ഭവാനിയെ ഒഴിവാക്കുന്നതിനോട് നിർമ്മാതാവ് TK പരേക്കുട്ടിക്കും താല്പര്യമില്ല. തിരക്കഥ എഴുതിയ തോപ്പിൽ ഭാസിയും പറഞ്ഞു, നാടകത്തിൽ ഭവാനിയുടെ പ്രകടനം അത്യുജ്വലമായിരുന്നു. പ്രായത്തിൻ്റെയോ ആൾവലുപ്പത്തിൻ്റെയോ പരിമിതികൾ അഭിനയത്തിലൂടെ അവൾ പരിഹരിക്കും, ഉറപ്പ് എന്ന് തോപ്പിൽ ഭാസി പറഞ്ഞു. സിനിമയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരെല്ലാം ആ പെങ്കൊച്ചിനെ വേണ്ടി നിന്നപ്പോൾ സത്യമാഷും വഴങ്ങി. എന്നാൽ ആയിക്കോട്ടെ എന്നായി സത്യമാഷ്. മക്കളായ രാജനും ഗോപാലനും തമ്മിൽ അടികൂടുമ്പോൾ അമ്മ ചെന്ന് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇരുവരും അതിൽ വഴങ്ങാതെ വരുമ്പോൾ രാജൻ്റെ ചെകിട്ടത്ത് അമ്മ അടിക്കുന്ന സീനാണ് ആദ്യം ചിത്രീകരിക്കാൻ പോകുന്നത്. സീനെല്ലാം വായിച്ചു കേട്ടു സത്യമാഷ്.
അപ്പോൾ രാജൻ എന്ന് പറയുന്നത് സത്യമാഷും ഗോപാലൻ എന്ന് പറയുന്നത് കോട്ടയം ചെല്ലപ്പനുമാണ്. റിഹേഴ്സൽ നടക്കുമ്പോഴും സത്യമാഷിന് ഉറപ്പില്ല ഈ പെണ്ണ് നന്നാവുമെന്ന്. ക്യാമറ ഓടി. നേരത്തെ പറഞ്ഞ രംഗത്തിൽ സത്യനും കോട്ടയം ചെല്ലപ്പനും അനായാസം അടികൂടുകയാണ്. അവർ പറഞ്ഞു വെച്ചിരുന്ന പോലെ നന്നായിട്ട് തമ്മിൽ തല്ലുകയാണ്. അസാമാന്യമായ അഭിനയ തികവുകൊണ്ട് നാടകത്തിൽ അവിസ്മരണീയമാക്കിയ അമ്മ ക്യാമറയുടെ ഫ്രെയിമിലേക്ക് വന്നു. മക്കൾ ഇരുവരെയും പകഞ്ഞു മാറ്റാൻ ശ്രമിച്ചു. മാറുന്നതിന് പകരം മക്കൾ രണ്ടും കൂടുതൽ ശക്തമായി പോരാട്ടത്തിലായി. അമ്മ തയ്യാറെടുത്തു. രാജൻ്റെ ചെകിട്ടത്ത് ഒരൊറ്റ അടിയടിച്ചു കൊടുത്തു.